ഹലോ ഗൈസ്, അങ്ങനെ നന്ദു തല്ലിയ ആ ട്രെയിനറുടെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല അയാളുടെ കഴുത്തിനും തലയ്ക്കൊക്കെ പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും അയാളെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസുകാർ തീരുമാനിക്കുകയാണ്. കൈയൊക്കെ ഒടിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ലെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇയാൾ തലേ ദിവസം മദ്യപിച്ച് വണ്ടി ഓടിച്ചും ചെയ്തിട്ടുണ്ട്, മദ്യപിച്ച് തന്നെ ക്യാമ്പിലേക്ക് വന്നും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അയാൾ അവിടുന്ന് സസ്പെൻഡ് ചെയ്യാൻ കേട്ടോ. അയാൾക്കിപ്പോ ഒരു ജോലിയും ഇല്ല, ഒരു ഗത്യന്തരവും ഇല്ല. അവസാനം അയാൾ നേരെ പോകുന്നത് വേണുവിന്റെ അടുത്തോട്ടാണ് സഹായാഭ്യർത്ഥനയായിട്ട്. വേണു ആണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ല. പിന്നെ ഇയാൾ എങ്ങനെയാ സഹായിക്കുക? സംഭവം ഈ പോലീസുകാരന് മനസ്സിലാവുന്നുണ്ട് നന്ദു നല്ല 8 പണി കൊടുത്തതാണ്. പക്ഷെ അവരോട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാവില്ലേ? ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വന്ന ഒരു പെൺകുട്ടി തന്നെ തല്ലിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ചീത്തപ്പേരായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ തൽക്കാലം അയാൾ മാറി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തെ. എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ആണ് കാണിക്കുന്നത് കൈക്കും കാലിനും തലയ്ക്കും ഒക്കെ പരിക്കേറ്റിട്ടുള്ള ഈ ഒരു ട്രെയിനർ ഇൻസ്പെക്ടർ റൂമിലേക്ക് കയറുന്നതാണ്. അപ്പൊ ഇൻസ്പെക്ടർ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആഹാ ആരിത്, വരണം വരണം, താൻ കിട്ടിയാലും കൊണ്ടാലും ഒന്നും പഠിക്കില്ല അല്ലേടോ? സാർ, എന്തിനാ വിളിപ്പിച്ചത്? എടോ, തന്നെ ശരിക്കും ആരാ തല്ലിയത്? താൻ കണ്ടിട്ടുണ്ടോ അയാളെ? എന്നാ ഈ ട്രെയിനർക്ക് നല്ല സംശയമുണ്ട് നന്ദുവിനെ. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനർ പറയുന്നുണ്ട്, സാർ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ല ഉറപ്പാണ് എന്നെ തല്ലിയത് ആരാണെന്ന്. ആരാത്? അത് പിന്നെ സാറേ എന്നും പറഞ്ഞ് അയാൾ ചുറ്റിൽ നോക്കാൻ കേട്ടോ. അതായത് മറ്റു പോലീസുകാരൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിക്കേ. ഇതും പറഞ്ഞ് അവിടെ ഉള്ളവരൊക്കെ പുറത്തോട്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി നിനക്ക് പറയാലോ. അവരെല്ലാം പുറത്തോട്ട് പോയി. പറ. സാറേ, എന്നെ തല്ലിയത് വേറെ ആരുമില്ല, ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയാ. ഇത് കേട്ടപ്പോ തന്നെ ഇൻസ്പെക്ടർ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്. സാറെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ചിരിക്കാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. എടോ, താനൊക്കെ എവിടത്തെ പോലീസുകാരനാടോ? ട്രെയിനിങ് കൊടുക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നടി മേടിച്ച് വന്നേക്കുവാ. നാണമില്ലല്ലോടോ തനിക്ക്, അതും ഒരു പെൺകുട്ടിയുടെ കയ്യിന്ന്. താനൊക്കെ എവിടത്തെ പോലീസുകാരനാ? ഒരു പെണ്ണിനെ ഒതുക്കാൻ പോലും കഴിവില്ലാത്ത നീ എങ്ങനെയാടാ പോലീസുകാരനായത്? ഓ, നീ ഇന്നലെ മദ്യപിച്ചിരുന്നു അല്ലേ? അത് മാത്രമല്ല മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്നു, എന്നിട്ട് പോലീസിനെ വെട്ടിച്ച് പറന്നു കളഞ്ഞു അല്ലേടാ? അത് പിന്നെ സാറേ, ഒരു അബദ്ധം പറ്റിപ്പോയി. നിനക്ക് പറ്റുമ്പോ അബദ്ധം, അപ്പോ പുറത്തുള്ള സാധാരണക്കാർക്ക് പറ്റുമ്പോഴോ? നിന്നെ പോലുള്ള പോലീസുകാരാ ശരിക്കും പോലീസുകാരുടെ വില കളയുന്നത്. താൻ ഇന്നലെ മദ്യപിച്ച് ആ ബാറിൽ പ്രശ്നം ഉണ്ടാക്കി. അത് മാത്രമല്ല മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചു വന്നു. അതൊക്കെ പോട്ടേന്ന് വെക്കാം. എന്നിട്ടോ ട്രെയിനിങ് ക്യാമ്പിലേക്ക് കയറി. CCTV ഫൂട്ടേജ് ഒക്കെ ഉണ്ട്. ഇനിയും തന്നെ ഞാൻ ഇവിടെ നിർത്താൻ ഞാനൊരു വിഡ്ഢിയല്ല. അതുകൊണ്ട് ദേ ഇത് പിടിക്ക്. ഇതെന്താ സാറേ? പൊട്ടിച്ച് വായിച്ചു നോക്ക്. ഇയാൾ അത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോഴാണ് അയാൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം അറിയുന്നത് കേട്ടോ. അയ്യോ സാറേ, എന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? തന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഞാൻ ഇത്രയും നേരം വേദം ഓതിയത് പോത്തിന്റെ ചെവിയിലായിരുന്നോ? സാറേ, ഇതെന്റെ അവസാനത്തെ മാർഗമായിരുന്നു. സാർ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ സാറേ. ദേ, ഇതൊന്നും എന്റെ തീരുമാനമില്ല, മേളിൽ നിന്നുള്ള ഓർഡറാണ്. അതെനിക്ക് അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് തൽക്കാലം സ്ഥലം കാലിയൊക്കെ നോക്കി. സാറേ, ഞാനൊന്ന് കരപറ്റി വരുമായിരുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. തന്നെ അവിടുന്ന് സസ്പെൻഡ് ചെയ്ത് താൻ നേരെ ഇവിടുത്തെ ട്രെയിനറായിട്ട് കയറി. എന്ത് കാര്യം? പിന്നെ നിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് അന്വേഷിച്ചു. അപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത് താൻ ഒരു കുട്ടിയെ മാത്രം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ആ കുട്ടിക്ക് മാത്രം കൂടുതൽ ട്രെയിനിങ് കൊടുക്കാമെന്ന്. എന്ന് വെച്ചാൽ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തുവാണെന്ന്. ആ കുട്ടിയായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടുത്തെ ജോലിയിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ ഇപ്പൊ പോവാൻ നോക്കിയേ. സാറേ, എനിക്ക് വേറൊരു മാർഗവും ഇല്ല. ദേ, പോവാൻ പറഞ്ഞാൽ പൊക്കോണം. ഇല്ലാന്നുണ്ടെങ്കിലേ എനിക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും. തന്നെ വലിച്ചു പുറത്തേക്കിടുന്നേക്കാളും ഭേദം തനിക്ക് ഇറങ്ങി പോകുന്നതല്ലേ. വെറുതെ നാണം കിടന്നോ? എടാ സാറേ, ഞാൻ പൊക്കോളാം. ഇതും പറഞ്ഞ ആ പേപ്പർ എടുത്ത് അയാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ കാണുന്നത് ട്രെയിനിങ് ക്യാമ്പാണ് കേട്ടോ. അവിടെ നന്ദു ആണെങ്കിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദു. അങ്ങനെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇയാൾ അകത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ നന്ദു നല്ല ആക്കിയ രീതിയിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തു പറ്റി സാറേ? കൈക്കും കാലിനും ഒക്കെ കെട്ടുണ്ടല്ലോ. കെട്ടുണ്ടടി, നീ കെട്ടിച്ചു തന്നതാണല്ലോ. എന്ത്? അതിനെന്തിനാ സാറേ എന്നെ പിടിച്ചു വലിച്ചിരുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ എന്താ ചെയ്തതെന്ന് ഞാൻ തെളിയിക്കുവടി. സാറ് മദ്യപിച്ച് വന്നെന്നോ ക്യാമ്പിലേക്ക് കയറിയെന്നോ പോലീസുകാർ കൈ കാണിച്ചിട്ട് പോയില്ലെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അങ്ങനെ ആരെങ്കിലും തല്ലിക്കാണു അല്ലേ സാറേ? ഇടി. ഇത് പറഞ്ഞപ്പോ തന്നെ നന്ദുവിന്റെ കൂട്ടുകാരി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ മതി മതി, സാറിന്റെ ഷോ ഒക്കെ നേരത്തെ ആയിരുന്നു. ഇപ്പൊ സാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇനി സാറിന്റെ ഒരു ശബ്ദം പോലും ഇവിടെ ഉയരാൻ പാടില്ല. ഇടി നിന്നെ. ദേ, സാറേന്ന് വിളിക്കുന്ന എന്നെ വലിയ ഔദാര്യായിട്ട് കണ്ടാ മതി നിങ്ങൾ. ദേ, നന്ദു പോലീസുകാരിയായി ഇറങ്ങിയുണ്ടല്ലോ, നിങ്ങളെ നിർത്തിപ്പൊരിക്കും കണ്ടോ. ഇവളെ എന്നെ ഒരു ചൂക്കും ചെയ്യില്ല. ഞാൻ വീണ്ടും കയറുവടി. എന്നിട്ട് ഒരു വരവും കൂടി ഉണ്ട് നിന്നെയൊക്കെ പൂട്ടാൻ. കാണാ സാറേ, തൽക്കാലം ഇതല്ലേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ ഇതിന്റെ അങ്ങേപ്പുറം കിട്ടും. ഏത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി. ഇടി. അപ്പോഴാണ് വേറൊരു പോലീസുകാരൻ വരുന്നത്. സാറേ, പുതിയ ട്രെയിനർ വന്നിട്ടുണ്ട്. സാറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പുതിയ സാറ് വന്നിട്ടുണ്ടെന്ന് അങ്ങോട്ട് ചെല്ല്.
ഇത് പറഞ്ഞ് അവർ കളിയാക്കാൻ കേട്ടോ. അങ്ങനെ ഈ മുട്ടത്തലയും സാറാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ദേഷ്യം പിടിച്ചോണ്ട് പോവാണ് പുതിയ ട്രെയിനറുടെ അടുത്തേക്ക്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ഹോ, ഒരു കണക്കിന് രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ എന്ത് പറയണം നന്ദു, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. ഏയ് അത് പറ്റില്ല. ഇന്നലെ അയാൾ മദ്യവെച്ചോണ്ടാ കേസ് കൂടുതലൊന്നും പോവാഞ്ഞത്. ഇല്ലെങ്കിലേ അന്വേഷണം ചിലപ്പോ എന്റെ തലയിലോട്ട് എത്തും. അയാളെന്താ, നിന്നെ കുടുങ്ങിയാലിറക്കാൻ ഒരുപാട് പേര് പുറത്തില്ലേ? നീ വലിയൊരു സംഭവം അല്ലേടി. ഓ, പൊക്കി പൊക്കി എങ്ങോട്ടാ? ദേ പുതിയ ട്രെയിനർ വരുന്നുണ്ട്, അയാൾ ഇനി എങ്ങനെയാണാവോ? അതെ അതെ, അതൊക്കെ കണ്ടറിയാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ ട്രെയിനറെയാണ്. അയാൾ ഒരു കാറിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ കാറിന്റെ ഡ്രൈവർ പറയുന്നുണ്ട്, സാറേ ദേ സാറ് പറഞ്ഞ സ്ഥലത്തെത്തി, ഇനി എങ്ങോട്ടാ? എന്നാ ഇയാള് മറുപടി ഒന്നും കൊടുക്കാത്ത കണ്ട് ഈ ഡ്രൈവർ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കാണ്. ആഹാ, നല്ല ഉറക്കാണല്ലേ. ഇയാളെ കൊണ്ട് കഷ്ടമായി പോയല്ലോ. സാറേ സാറേ, അയ്യോ എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. സാറേ സാറേ, ഇത് ഞാനാ, ഈ വണ്ടിയുടെ ഡ്രൈവറാ. ഇനി എങ്ങോട്ടാ പോണ്ടത്? സാറിന് എത്തേണ്ട സ്ഥലം എത്തി. അയ്യോ, ഞാനേ പെട്ടെന്ന് ഉറങ്ങിയപ്പോ സാറിന് ആരുടെടുത്തൊന്നും നല്ല കിട്ടിയിട്ടുണ്ടല്ലേ. എന്തല്ലേ തനിക്കെന്താടൂ? എനിക്കൊന്നുമല്ലേ സാറേ, സാറ് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്, ദേ ആ കാണുന്ന വീട് തന്നെ. ഇത് തന്നെയല്ലേ വേണുവിന് വീട്? ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. ഇവിടെ ഇറങ്ങിക്കോളാം. ഇതും പറഞ്ഞ് അയാൾ കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സാറേ പൈസ തന്നില്ല. പൈസയോ? നിനക്ക് ഞാൻ പൈസ തരണോ? ഞാനേ ഒരു പോലീസുകാരനാ സാറേ. എത്ര കിലോമീറ്റർ ഓടി ഇവിടെ എത്തിയിരിക്കുന്നത്? 10-30 കിലോമീറ്റർ. സാറേ എനിക്ക് പണം താ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാ സാറേ. ഒന്നുമില്ലെങ്കിൽ എണ്ണ പൈസയെങ്കിലും താ. നിനക്ക് എണ്ണ പൈസ പോയിട്ട് ഒരു ചുക്കും തരത്തില്ല സാറേ. ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ വണ്ടി ഓടിച്ചു വരുന്നത്, വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ആ നേരത്തെ ഇങ്ങനെയൊക്കെ സാറുമാർ ചെയ്താലോ? തന്നോടല്ലേ പറഞ്ഞത് പണം തരില്ലെന്ന്? പണം തരാൻ എനിക്ക് മനസ്സില്ല സാറേ. ദൈവകോപം ഉണ്ടാവും. ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അങ്ങ് ക്ഷമിച്ച്. സാറേ പൈസ താ സാറേ. ഇനിയും 30 കിലോമീറ്റർ ഓടി അവിടെ എത്തേണ്ടതാ. സാറിന് പണം തരാൻ കഴിയില്ലെങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നു. അപ്പൊ നീ എന്നെ ഇവിടെ കൊണ്ട് വിടുവോ? ഇല്ലല്ലോ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല. നിനക്ക് പണമില്ല സാറേ. എനിക്ക് പണം കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. സാറ് പോലീസുകാരനാണെന്ന് കരുതി പണം തരാതിരിക്കാൻ പറ്റുമോ? ഇവനെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, തനിക്ക് എണ്ണ അടിക്കാനുള്ള പൈസ തരാം, ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താനുള്ള. ഇതും പറഞ്ഞ ആ പോലീസുകാരൻ പോക്കറ്റ് തപ്പുന്നുണ്ട് കേട്ടോ. ഇതിലിരുന്ന പൈസ എവിടെ പോയി? പൈസ ഇല്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വരുമ്പോ അറിയില്ലായിരുന്നോ സാറേ പൈസ ഇല്ലെന്ന്? അതൊക്കെ ഇപ്പൊ നോക്കിയിട്ടാണ് ആരെങ്കിലും വരിക? ഒരു കാര്യം ചെയ്യാം, എന്റെ കൂട്ടുകാരന്റെ വീടായത്. ഇവിടെ കയറി ഞാൻ പണം ചോദിച്ചിട്ട് തരാം. എന്ത് ചെയ്താലും വേണ്ടില്ല, സാർ എനിക്ക് തരാനുള്ള പണം താ. ഒന്ന് അടങ്ങടോ. തല്ലിനി വാങ്ങിച്ചു കൂട്ടാൻ വയ്യ. വേണുവിന്റെ കയ്യിൽ പൂത്ത കാശല്ലേ. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ നേരെ പോയിട്ട് ആ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ രേവതിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്ന പാടെ തന്നെ ഇയാളെയാണ്ട് കാണുന്നത്. അയ്യോ, ഇതാര്? ഏട്ടാ, ഇതാരാ വന്നിരിക്കുന്ന? നോക്കിയേ, വേണു ഏട്ടാ. ദാ വരുന്ന രേവതി. എടാ നീയോ? വേണു ഏട്ടാ. അല്ല, നീ എന്താ ഈ വേഷത്തില്? നിന്റെ കൈക്കും കാലിനൊക്കെ എന്തു പറ്റി? അതൊക്കെ ഞാൻ പറയാം. ആദ്യം എനിക്ക് കുറച്ച് കാശ് തരുമോ? കാശോ? എന്താ, എത്ര വേണം? അത് ഒരു 1000 രൂപ തരുമോ? എന്ത്, 1000 രൂപയോ? 1000. വേണു ഏട്ടൻ ഇതൊന്നും നിസ്സാരമല്ലേ? 1000 രൂപ എടുക്കി. ഇവനെന്നെ മുടിപ്പിക്കാൻ വന്നേക്ക് വേണോ? രേവതി, ആ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു 1000 രൂപ കാണും, അതെടുത്തിട്ട് വാ. അല്ലടാ, നിനക്കെന്തിനാ 1000 രൂപ? ഡോക്ടർ കാണിക്കാനാണോ? ഡോക്ടർ കാണിക്കാനല്ല, ഞാൻ 30 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന അതേ ആ കാറിന് കൊടുക്കാനാ. കാറിന് കൊടുക്കാൻ നിന്റെ കയ്യിൽ കാശില്ലേ? നിനക്കിത് എന്താ പറ്റിയത്? നീ ട്രെയിനിങ് ക്യാമ്പിലല്ലായിരുന്നോ? അതൊക്കെ ഞാൻ പറയാൻ വേണുവേട്ടാ. ആദ്യം കാശ് താ. ദേ പേഴ്സ് എടുത്തിട്ടുണ്ട്. ആ പേഴ്സിൽ നിന്ന് നീ ഒരു 1000 രൂപ എടുത്ത് അയാൾക്ക് കൊണ്ട് കൊടുക്ക്. ഞാൻ ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ. അതും പറഞ്ഞ് ആ പേഴ്സ് എടുത്തുകൊണ്ട് ആ ഡ്രൈവറുടെ അടുത്തൊക്കെ പോവാണ് രേവതി. ദാ 1000 രൂപ. 1000 രൂപയോ? 2500 രൂപ വേണം എനിക്ക്. 2500? അതെന്തിനാ? ആ പേഴ്സ് 2500 ഉണ്ടല്ലോ. അതും പറഞ്ഞ അയാൾ ആ പേഴ്സിൽ കൈയിട്ട് വാരി എടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം അവിടുന്ന് ഓടിച്ചു പോകുന്നുണ്ട് കേട്ടോ വണ്ടി. അയ്യോ, ഇനിയപ്പം വേണുവേട്ടനോട് എന്താ പറയാ? പൈസയും കൊണ്ട് അയാൾ പോയല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് രേവതി നേരെ കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വേണു വയ്ക്കുന്നുണ്ട്. 1000 രൂപ കൊടുത്തില്ലേ? 1000 രൂപയൊന്നല്ലേ വേണുവേട്ടാ, നീ എത്രയാ ശരിക്കും കൊടുക്കാനുള്ളത്? അത് പിന്നെ 1000 രൂപ എണ്ണ പൈസ, പിന്നെ വരാനുള്ള ചെലവ് 1500. മൊത്തത്തിൽ 2500 രൂപ പോയോ? കൊടുത്തു. അയാൾ ഈ പേഴ്സിൽ കൈയിട്ട് എടുത്തതാ, ഞാൻ കൊടുത്തതല്ല. അല്ല, നിനക്കിപ്പോ എന്താ പറ്റിയത്? നീ ഇപ്പൊ എന്താ ഈ വേഷത്തില്? നീ ആ നന്ദുവിനെ പഠിപ്പിക്കാൻ പോയതല്ലായിരുന്നോ? അത് പിന്നെ വേണുവേട്ടാ, അവൾ ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ചതച്ച് എന്നെ ഇഞ്ചിഞ്ചാക്കി. അവളെ എന്നെ ഇരുട്ടടി അടിച്ചതാ. അല്ലാതെ ഈ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? നിനക്ക് ഇതിന്റെ പേരിൽ ഞാൻ എത്ര പണം തന്നു? അതൊക്കെ നീ കൊണ്ട് കളഞ്ഞില്ലേ? വേണുവേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാ? അവൾക്ക് ആണുങ്ങളെയൊക്കെ കരുത്താ.
അത് ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടില്ലടാ അസത്തെ. എന്നിട്ട് നിനക്കെന്നെ തിരിച്ചു കയറാൻ പറ്റുമോ? ഈ കൈയൊന്ന് ശരിയായി കിട്ടണമെങ്കിൽ 3 മാസം പിടിക്കും. അപ്പോഴത്തേക്കൊക്കെ ട്രെയിനിങ് കഴിയില്ലേ? കഴിഞ്ഞില്ലെങ്കിലും സസ്പെൻഡ് ചെയ്ത് എന്നെ ഇനി ഇങ്ങോട്ട് കയറ്റില്ല. സസ്പെൻഡ് ചെയ്തെന്നോ? നിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്ത്? അത് പിന്നെ എടാ, നീ എന്ത് പ്രശ്നം അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഞാൻ കാരണം നീ ആ നന്ദുവിനെ കഷ്ടപ്പെടുത്തിയത് ആരെങ്കിലും അറിഞ്ഞു? അതൊന്നും അറിഞ്ഞില്ല. പക്ഷേ വേറൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? എന്തായാലും എന്നെ സസ്പെൻഡ് ചെയ്ത്. ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ കാണും. എന്റെ ചെലവെന്ന് നോക്കിയേക്കണേ. സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്നാ ഭാര്യ എന്നെ തല്ലി ഓടിക്കും. ദേ, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ കഷ്ടപ്പെട്ടത്. 3 മാസം വീട്ടിലോട്ട് കുറച്ച് തുക അയച്ചു കൊടുക്കാറുണ്ട്. അത് വേണുവേട്ടൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരണം. എന്ത്? ഞാൻ സംഘടിപ്പിച്ചു തരണമെന്നോ? സംഘടിപ്പിച്ചു തരണം. ഒരു 25,000 രൂപ മതി. 25,000 എന്ന് രേവതി പറയുന്നിട്ടോ. വേണുവേട്ടാ, 25,000 രൂപയോ? എന്താ ഇത്? അല്ല, വേണുവേട്ടനല്ലേ പറഞ്ഞത് വലിയ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും പിന്നെ അനാമികയെ കെട്ടിച്ചു വിട്ടത് വലിയ തറവാട്ടിലേക്കാണെന്നൊക്കെ. ആവശ്യമുണ്ടെങ്കിൽ അനാമികമോളെ വിളിച്ച് ചോദിച്ചാ പോരെ? അനാമികമോള് പണം ഇട്ടേരില്ലേ? പിന്നെ നിനക്ക് അനന്തപുരിക്കാർ ശരിക്കും അറിയാനിട്ടാ. അതെന്തെങ്കിലും ആവട്ടെ, വേണുവേട്ടൻ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്താൽ മതി. ദേ, അങ്കിൾ എത്തിയിട്ടുണ്ടെന്ന് അനാമികമോളെ വിളിച്ചറിയിക്കേ. അവള് ഓടി എത്തി ഇവിടെ. എത്തു. നിന്റെ കഥ കഴിക്കും അവള്. ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും ട്രെയിനിങ് ക്യാമ്പെന്ന് പിരിച്ചുവിടാന്ന് പറഞ്ഞിട്ട് അതിനൊരു വഴിയുണ്ട്. ഇപ്പൊ വന്ന ട്രെയിനറല്ലേ, ആൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ അയാൾ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. പണമല്ല ഇനി തന്റെ മൂക്കിനിട്ടൊരെണ്ണം തരുവോ വേണ്ടത്. ഇനി എന്റെ മോളോട് ഞാൻ എന്ത് പറയും രേവതി? എനിക്കറിയില്ല, നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കി വെച്ചതല്ലേ. അങ്ങ് തീർക്ക്, അച്ഛനും മോളും കൂടി. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. നാളെ അനാമിക എത്തുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡ് ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് എപ്പിസോഡ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.